ഒന്നിനു പിറകെ ഒന്നായി ഞെട്ടിക്കുന്ന തീരുമാനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ 35 വർഷം പഴക്കമുള്ള EB-5 വിസകൾക്ക് പകരം പുതിയ വിസ നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിദേശ നിക്ഷേപകർക്ക് US-ൽ പൗരത്വം നൽകുന്ന പുതിയ വിസ നിയമങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നിലവിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന EB-5 വിസകൾക്ക് പകരം ഗോൾഡ് കാർഡ് അവതരിപ്പിക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ചെലവാകുന്നത് $5 മില്യൺ ആണ്. ഗ്രീൻ കാർഡിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഗോൾഡ് കാർഡ് വിസയും ട്രംപ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കൂടാതെ ഏറ്റവും പുതിയ ആനുകൂല്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും. ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകളാണ് EB-5 വിസയുടെ അടിസ്ഥാനത്തിൽ US-ൽ ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ പലർക്കും ഇതുവരെ ഗ്രീൻ കാർഡ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പെട്ടെന്നുണ്ടായ ഈ തീരുമാനം പലർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിൽ സംശയമില്ല. ഗോൾഡ് കാർഡ് വിസ വഴി അതിസമ്പന്നരായ ഇന്ത്യക്കാർക്കും മറ്റ് വിദേശികൾക്കും അമേരിക്കയിൽ വേഗത്തിൽ പൗരത്വം ലഭിക്കും. എന്നാൽ വർഷങ്ങളായി പൗരത്വം ലഭിക്കാൻ കാത്തു നിൽക്കുന്ന മറ്റു ബിസിനസ്സുകാർ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് രാജ്യത്തിനകത്തു നിന്ന് ഉയരുന്നത്. പുതിയ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും രാജ്യത്തിനകത്തും പുറത്തുനിന്നും വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗോൾഡ് കാർഡ് പ്രാബല്യത്തിൽ വരുന്നതോടെ അതിസമ്പന്നരായ ബിസിനസ്സുകാർക്ക് ഏറ്റവും വേഗത്തിൽ അമേരിക്കയിൽ പൗരത്വം നേടാൻ കഴിയും. ഇതിനാവശ്യമായ നടപടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം പോലും ആവശ്യമില്ലെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നതും. ബിസിനസ്സുകാർക്ക് അനുകൂലമായി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണവും ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിസിനസ്സുകാർ അവരുടെ ബിസിനസ് കൊണ്ട് വിജയിച്ചവരും സമ്പന്നരുമാണ്. കൂടാതെ ഇവർ ധാരാളം തുക രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, ടാക്സുകൾ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം വിജയകരമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഗോൾഡ് കാർഡ് വിസ വരുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ ഉയരുമെന്നാണ് ട്രംപ് അനുയായികൾ പറയുന്നത്. കൂടാതെ EB-5 വിസകളെക്കാളും വേഗത്തിൽ നിക്ഷേപകർക്ക് ഇത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുഡ്നിക് പറഞ്ഞു. ഗോൾഡ് കാർഡ് വിസ EB-5 വിസകൾക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നതും. EB-5 വിസകൾ വഴി പലരും രാജ്യത്തിനകത്ത് തട്ടിപ്പുകളും കള്ളത്തരങ്ങളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള EB-5 പ്രോഗ്രാം എന്താണെന്നും ഗോൾഡ് കാർഡ് പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇത് എങ്ങനെ തിരിച്ചടിയാകുമെന്നും നമുക്ക് നോക്കാം. 90കളുടെ അവസാനത്തിലാണ് EB-5 വിസ രാജ്യത്ത് അവതരിപ്പിച്ചത്. EB-5 വിസ പ്രോഗ്രാമിലൂടെ വിദേശ നിക്ഷേപകർക്ക് അമേരിക്കയിൽ വന്ന് ബിസിനസ് ചെയ്യാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും അവസരം ലഭിക്കും. കൂടാതെ ഇവർക്ക് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനുള്ള ഗ്രീൻ കാർഡിനും അപേക്ഷിക്കാം. ഇതിൽ ചില നിബന്ധനകളും ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരൻ കുറഞ്ഞത് US-ൽ 2 വർഷത്തിനുള്ളിൽ 10 ഫുൾ ടൈം ജോലികൾ സൃഷ്ടിക്കണം. തൊഴിലിടങ്ങളിൽ കുറഞ്ഞത് 10 പേർക്കെങ്കിലും ജോലി നൽകണം. കൂടാതെ ബിസിനസ്സിൽ നേരിട്ടോ അല്ലെങ്കിൽ EB-5 വിസ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന റീജിയണൽ സെന്ററുകൾ വഴിയോ പണം നിക്ഷേപിക്കാം. എന്നാൽ ഗോൾഡ് കാർഡ് വിസ പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണ ബിസിനസ്സുകാർക്ക് ഇത് തിരിച്ചടിയാകും. അവരുടെ പൗരത്വത്തിനുള്ള അപേക്ഷകളിൽ തീരുമാനം വൈകാനുള്ള സാധ്യതയാണ് നിലവിൽ കണ്ടുവരുന്നത്.